എപ്പോഴും കൂടുതൽ ശ്രദ്ധ നേടുന്നത് മനോഹരമായ ജീവികളാണ്. പക്ഷേ പ്രകൃതിയിൽ വിചിത്രവും അസാധാരണവുമായ ചില ജീവികളുണ്ട്. സാധാരണ ജീവികളെക്കാൾ വളരെയധികം കൗതുകമുളവാക്കുന്നവ. പെട്ടെന്ന് കാണുമ്പോൾ AI ജനറേറ്റ് ചെയ്ത അന്യഗ്രഹ ജീവിയാണെന്ന് തോന്നിക്കും. അത്രയും വിചിത്രമായവ. അത്തരത്തിലുള്ള ചില ജീവികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഗാലപ്പഗോസ് ദ്വീപുകളിൽ നിന്നുമാണ് വിചിത്രമായ ജീവികളെ തേടിയുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഈ ദ്വീപുകൾക്ക് സമീപം സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ മേക്കപ്പും പൂശി നടക്കുന്ന ഒരുതരം ജീവിയെ കാണാം. ഇതാണ് റെഡ് ലിപ്ഡ് ബാറ്റ്ഫിഷ്. ചുവന്ന ബ്രൈറ്റായ ചുണ്ടുകളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇവയെ ശരിക്കും വിചിത്രമാക്കുന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതിനെ കാണാൻ ഏതോ അപൂർവമായ ഒരു ക്രാബ് വർഗമാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു മീൻ വർഗമാണ്. നീന്താൻ ഇഷ്ടപ്പെടാത്ത മീൻ വർഗം. ഇതിന്റെ കാലുകൾ പോലെ കാണുന്നത് ശരിക്കും ഇവയുടെ മീൻ ചിറകുകളാണ്. ഈ ചിറകുകൾ കുത്തിയാണ് ഇവ നടക്കുന്നത്. അല്ലാതെ ഇവയ്ക്ക് ശരിക്കുമുള്ള കാലുകളില്ല. ഇങ്ങനെ നടക്കാനല്ലാതെ നീന്താൻ വേണ്ടി വളരെ അപൂർവമായി മാത്രമേ ഈ ചിറകുകൾ ഉപയോഗിക്കാറുള്ളൂ. എന്തെന്നാൽ പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കാരണം ഈ ചിറകുകൾ നീന്താൻ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ നടക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നീന്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ പതുങ്ങിയിരുന്നാണ് ഇവ വേട്ടയാടുന്നത്. അല്ലാതെ ഇരകളെ തുരത്തി ഓടിക്കാറില്ല. ഞണ്ടുകളും ചെമ്മീനുമൊക്കെയാണ് ഇതിന്റെ പ്രധാന ആഹാരം. സമുദ്രത്തിൽ നിന്നും അടുത്ത് നമ്മൾ സൗത്ത് അമേരിക്കയിലെ തുറസായ പുൽപ്രദേശങ്ങളിലേക്ക് പോയാൽ ഇവിടെ ചെന്നായയാണോ അതോ കുറുനരിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജീവിയെ കാണാം. ഇതാണ് മെയിൻഡ് വൂൾഫ്. പേരിൽ വൂൾഫ് എന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു ചെന്നായ വർഗമല്ല. എന്നാൽ അതേസമയം കുറുനരിയുമല്ല. കാനിഡെ കുടുംബത്തിലെ ക്രൈസോക്യോൺ എന്ന പ്രത്യേകം ഒരു വിഭാഗത്തിൽ പെടുന്നവയാണിത്. ഈ വിഭാഗത്തിൽ ആകെ മെയിൻഡ് വൂൾഫ് മാത്രമേ ഇപ്പോഴുള്ളൂ. ഇവ സോളിറ്ററിയായ ജീവികളാണ്. പുൽപ്രദേശങ്ങളിൽ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ പരിണമിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ടവർ പോലെ നീണ്ട കാലുകളുള്ളത്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വൈൽഡ് കാനിഡ്സ് ഇവ തന്നെയാണ്. ഇതിന്റെ യൂറിന് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിക്കുന്നതിന്റെ അതേ സ്മെല്ലാണ്. ഈ സ്മെല്ല് കാരണം 2006 നെതർലാൻഡ്സിലെ ഒരു മൃഗശാലയിൽ ആരോ രഹസ്യമായിട്ട് കഞ്ചാവ് വലിക്കുന്നു എന്ന് കരുതി പോലീസിനെ വരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ നോക്കിയപ്പോൾ കുറ്റവാളി മെയിൻഡ് വൂൾഫ് ആയിരുന്നു. ഇവ പൂർണ്ണമായും കാർണിവോറസ് അല്ല. ഡയറ്റിൽ 50% പഴവർഗ്ഗങ്ങളാണ്. വീണ്ടും നമ്മൾ സമുദ്രത്തിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങളിൽ തീരത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരുതരം ജീവി വർഗമുണ്ട്. റെസ്ലിംഗ് റഫറിയുടെ യൂണിഫോം ഇട്ടിരിക്കുന്ന ഈ ജീവിയാണ് സ്ട്രിപ്ഡ് പൈജാമ സ്ക്യൂഡ്. പേര് സ്ക്യൂഡ് എന്നാണെങ്കിലും ഇവ യഥാർത്ഥത്തിൽ കണവ വർഗമൊന്നുമല്ല. മറിച്ച് കട്ടിൽ ഫിഷ് എന്നൊരുതരം സെഫലോപോഡ്സ് ആണ്. ഭൂരിപക്ഷം സെഫലോപോഡ്സിനെയും പോലെ ഇവയ്ക്കും വളരെ മികച്ച രീതിയിൽ നിറം മാറാനുള്ള കഴിവുണ്ട്. ഇവ പോയിസണസുമാണ്, വെനമസുമാണ്. അതായത് മറ്റ് കട്ടിൽ ഫിഷുകളെ പോലെ ഇവയുടെ കടിക്ക് മാരകമായ വിഷമുണ്ട്. അതിനു പുറമെ എന്തെങ്കിലും അപകടം വരുന്ന സമയം ഇത് സ്കിന്നിലൂടെ ചില ടോക്സിൻസ് പുറത്തുവിടും. അതുകൊണ്ട് ഇതിനെ തൊട്ടാൽ പോലും കാര്യമായി തന്നെ വിഷം ബാധിക്കും. അപ്പോൾ കാണാൻ വളരെ ക്യൂട്ടാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ വളരെ ഡേഞ്ചറസ് ആയ ജീവിയാണ്. സമുദ്രത്തിൽ നിന്നും മലനിരകളിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. നോർത്ത് ഐബീരിയൻ പെനിൻസുലയിലെ ഉയർന്ന മലനിരകളിലെ അരുവികളിലും നദികളിലും വളരെ റെയറായ ഒരു ജീവിയുണ്ട്. അതാണ് പൈറീനിയൻ ഡെസ്മൻ. ഇവിടുത്തെ ലോക്കൽസ് പോലും വളരെ അപൂർവമായി മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. ശരാശരി 60 ഗ്രാംസ് മാത്രം ഭാരമുള്ള ചെറിയൊരു ജീവിയാണിത്. ഒറ്റ നോട്ടത്തിൽ ആനയുടെയും എലിയുടെയും സങ്കര ഇനം പോലെ തോന്നിക്കും. ആനയുടെ തുമ്പിക്കൈ പോലത്തെ നീണ്ട മൂക്കാണ് ഇതിന്റെ കാരണം. സസ്തനികളുടെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ മൂക്ക് ഇത് തന്നെ ആയിരിക്കും. ഈ ജീവി ഏകദേശം പൂർണ്ണമായും ബ്ലൈൻഡ് ആണ്. എന്നാൽ കണ്ണുകൾക്ക് പകരം ഇവ നീണ്ട മൂക്കിലൂടെയാണ് ലോകത്തെ മനസ്സിലാക്കുന്നത്. ഈ മൂക്കിൽ സ്പർശനം മനസ്സിലാക്കാനുള്ള 100,000-ഓളം സെൻസേഴ്സ് ഉണ്ട്. അതിനു പുറമെ വൈബ്രേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ചെറിയ രോമങ്ങളുമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള വളരെ ചെറിയൊരു ചലനം പോലും ഇവയ്ക്ക് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ മൂക്ക് ഏതാണ്ട് ഒരു റാഡാർ പോലെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ കൈകൾ ഉപയോഗിച്ച് ഇത് വെള്ളത്തിൽ അടിക്കും. അപ്പോഴുണ്ടാകുന്ന അലകൾ ഉപയോഗിച്ച് ഇതിന് എക്കോ ലൊക്കേഷൻ ചെയ്യാനും കഴിയും. ഇതൊരു ബയോ ഇൻഡിക്കേറ്ററും കൂടെയാണ്. അതായത് ജലം വളരെ ചെറിയ രീതിയിലെങ്കിലും മലിനമായാൽ ഉടൻ തന്നെ ഇത് ഇവിടുന്ന് അപ്രത്യക്ഷമാകും. വീണ്ടും നമ്മൾ സമുദ്രത്തിലേക്കാണ് പോകുന്നത്. ഇത്തവണ അന്ധകാരം നിറഞ്ഞ ആഴക്കടലിലേക്ക് പോകണം. സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരുതരം വിചിത്രമായ ജീവികളാണ് സ്പോഞ്ചസ്. ഇവയ്ക്ക് തലച്ചോറും പേശികളും ടിഷ്യൂസും കണ്ണുകളും ചെവികളും അങ്ങനെ സാധാരണ ജീവികൾക്കുള്ള ഒന്നും തന്നെയില്ല. ഭൂരിപക്ഷം സ്പോഞ്ചസിനും കൈകളും കാലുകളും പോലും ഉണ്ടായിരിക്കില്ല.
ഇത്തരം സ്പോഞ്ചസ് എല്ലാം പൊതുവെ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും പാറയിൽ പറ്റിപ്പിടിച്ചിരുന്നാണ് ജീവിക്കുന്നത്. ജലത്തിലൂടെ ഒഴുകി വരുന്ന എന്തെങ്കിലും ജൈവ പദാർത്ഥങ്ങളായിരിക്കും ഇവയുടെ ആഹാരം. ഇങ്ങനെ സ്പോഞ്ചസ് എന്നത് വളരെ വിചിത്രമായ ജീവികളാണ്. എന്നാൽ സാധാരണ സ്പോഞ്ചസിനേക്കാൾ കൂടുതൽ വിചിത്രമായ ചില സ്പോഞ്ചസ് ഉണ്ട്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹാർപ്പ് സ്പോഞ്ച്. കാഴ്ചയിൽ ഏതോ ഏലിയൻ ആണെന്ന് തോന്നും. ഇത് പൊതുവെ എപ്പോഴും സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വേരൂന്നി ഒരിടത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആവശ്യമെങ്കിൽ ഈ വേരുകളെ പുറത്തു കൊണ്ടുവന്ന് കാലുകളായിട്ട് ഉപയോഗിക്കാനാകും. അങ്ങനെ ഇവയ്ക്ക് നടന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനാകും. ഇത് ശരിക്കും ഒരു കാർണിവോറസ് പ്രൊഡക്ടറാണ്. ഇതിന്റെ പുറത്ത് കാണുന്ന ഇഴകൾ പോലത്തെ ഘടന നിറയെ ചെറിയ കൂർത്ത ഹൂക്കുകളുണ്ട്. സമീപത്ത് കൂടെ പോകുന്ന ഏതെങ്കിലും ചെറിയ ജീവികൾ ഈ ഹൂക്കിൽ തൊട്ടാൽ ഉടൻ തന്നെ അത് ഇഴകൾക്കിടയിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ സ്പോഞ്ച് ഇരയെ ഒരുതരം പശ ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കും. എന്നിട്ട് ജീവനോടെ തന്നെ ഇരയെ ദഹിപ്പിക്കും. ശരിക്കും മാരകമായ ഒരു പ്രഡേറ്റർ. ലോകത്തിലെ ഏറ്റവും വിരൂപമായ ജീവികളായിട്ട് കരുതപ്പെടുന്നവയാണ് ബ്ലോബ് ഫിഷ്. ഏറ്റവും അഗ്ലിയായ ജീവികളാണെന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലും. പെട്ടെന്ന് കാണുമ്പോൾ ഐതിഹ്യ കഥകളിലെ ഏതോ വിരൂപമായ രാക്ഷസനെ പോലെ തോന്നും. ഈ രൂപം തന്നെയാണ് ഇവയെ വളരെ വിചിത്രമാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആയിരക്കണക്കിന് അടി ആഴങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ഇവിടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിന്റെ 100 മടങ്ങിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടായിരിക്കും. ഇത്രയും സമ്മർദ്ദത്തിൽ ബ്ലോബ് ഫിഷിന് സാധാരണ മീനുകളുടെ രൂപം തന്നെയാണ്. ഒരു രീതിയിലും ഇവയെ അഗ്ലി എന്ന് വിളിക്കാൻ കഴിയില്ല. ഈ തീവ്രമായ സമ്മർദ്ദത്തിൽ അതിജീവിക്കാൻ ഇവയുടെ ശരീരം ജെല്ലി പോലത്തെ രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. ശരീരത്തിൽ ദൃഢമായ എല്ലുകളും പേശികളും പോലുമില്ല. അനന്തരഫലമായി ഇതിനെ ജലത്തിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ശരീരം മൊത്തത്തിൽ കുഴഞ്ഞ പരുവമാകും. അങ്ങനെയാണ് ഇതിന് ഈ വിരൂപമായ രൂപം കിട്ടുന്നത്. സ്പേസ് സ്യൂട്ട് ഇല്ലാതെ ബഹിരാകാശത്തിൽ പോയാൽ നമ്മുടെ രൂപവും ഇതുപോലെ വിചിത്രമായി മാറും. അതേ അവസ്ഥയാണ് ജലത്തിൽ നിന്നും പുറത്തു വരുന്ന ബ്ലോബ് ഫിഷിനും. അതുകൊണ്ട് തന്നെ ഇതിനെ അഗ്ലി എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്. രോമങ്ങളില്ലാത്ത പിങ്ക് നിറത്തിലുള്ള ഒരുതരം തുരപ്പൻ എലിയാണ് നേക്കഡ് മോൾ റാറ്റ്. സസ്തനികളെല്ലാം വാം ബ്ലഡഡ് ജീവികളാണെന്ന് നമുക്കറിയാം. എന്നാൽ നേക്കഡ് മോൾ റാറ്റ് വ്യത്യസ്തമാണ്. ഇതാണ് ഭൂമിയിലെ കോൾഡ് ബ്ലഡഡ് ആയ ഒരേ ഒരു മാമൽ. ഇവയ്ക്ക് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ ഒരിക്കലും ക്യാൻസർ കിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പല ശാസ്ത്രജ്ഞരും നിലവിൽ ഇതിന്റെ DNA-യിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള മാർഗം ഈ ജീവിയിൽ നിന്നുമായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ 18 മിനിറ്റുകളോളം വരെ ജീവിക്കാനാകും. ചില വേദനകളൊന്നും അറിയാനുള്ള കഴിവ് ഇവയ്ക്കില്ല. ഉദാഹരണത്തിന് ആസിഡും മറ്റ് കെമിക്കൽസും ഒക്കെ കാരണമുണ്ടാകുന്ന പൊള്ളലുകളൊന്നും ഇവ ശ്രദ്ധിക്കുക പോലുമില്ല. ഇവയ്ക്ക് 37 വർഷങ്ങൾ വരെ ജീവിക്കാനാകും. നമ്മുടെ ആയുസ് വെച്ച് നോക്കുമ്പോൾ അത് കുറവാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ 37 വർഷങ്ങൾ എന്നത് സാധാരണ റോഡൻസ് ജീവിക്കുന്നതിന്റെ 10 മടങ്ങിൽ കൂടുതലാണ്. ഇതിനേക്കാൾ അത്ഭുതാവഹമായ കാര്യം എന്താണെന്നാൽ ഇവയെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കില്ല. 20 വയസ്സായ ഒരു നേക്കഡ് മോൾ റാറ്റും 1 വയസ്സായ നേക്കഡ് മോൾ റാറ്റും ഫിസിക്കലി ഒരേപോലെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുകയോ പ്രൊഡക്റ്റേഴ്സ് കാരണമോ എന്തെങ്കിലും കാര്യമായ പരിക്കുകൾ പറ്റുമ്പോഴോ പട്ടിണിയാകുമ്പോഴോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഇവ കൊല്ലപ്പെടുന്നത്. അല്ലാതെ ഇവയ്ക്ക് സാധാരണമായ വാർദ്ധക്യം ബാധിച്ച് മരണമില്ല. ഇവയിൽ പഠനങ്ങൾ നടത്തുന്നതിലൂടെ വാർദ്ധക്യം ബാധിക്കാതിരിക്കാനുള്ള വിദ്യകളും ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചേക്കാം. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളതിനാൽ ഇതിനെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയായിട്ടാണ് ശാസ്ത്രലോകം കാണുന്നത്. പ്രധാനമായും സെൻട്രൽ ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു മാൻ വർഗമാണ് സൈഗ ആന്റിലോപ്പ്. ഇതിന്റെ വിചിത്രമായ മൂക്ക് കാണുമ്പോൾ ചില സ്കൈഫൈ സിനിമകളിലെ ഏലിയൻസിനെയാണ് ഓർമ്മ വരുന്നത്. ഇവ ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് പരിണമിച്ചത്. മാമത്തുകൾ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ അവയ്ക്കൊപ്പം സൈഗ ആന്റിലോപ്സും ഉണ്ടായിരുന്നു. ഇതിന്റെ ആനയുടെ തുമ്പിക്കൈ പോലത്തെ നീണ്ട മൂക്കാണ് ഇതിനെ വിചിത്രമാക്കുന്നത്. ഈ മൂക്ക് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നതല്ല. ഇത് യഥാർത്ഥത്തിൽ വളരെ എഫിഷ്യന്റ് ആയ ഒരു വലിയ എയർ ഫിൽട്രേഷൻ സിസ്റ്റമാണ്. ഇത് വായുവിലുള്ള പൊടിയെ മൊത്തം ഫിൽറ്റർ ചെയ്യും. ഇത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളിൽ ഈ സംവിധാനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശീതകാലത്തിൽ ഈ മൂക്ക് വായുവിനെ ലങ്സിലെത്തുന്നതിന് മുന്നേ ചൂടാക്കും. അങ്ങനെ ഇതൊരു ഹീറ്ററായിട്ടും വർക്കാകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ജീവികളിൽ ഒന്നാണിത്. ഇതിന് 80 km/h വേഗത്തിൽ വരെ ഓടാൻ കഴിയും. ഇതിന്റെ സ്റ്റൊമക് ആസിഡ്സ് ഒക്കെ വളരെ ശക്തമാണ്. മറ്റ് ജീവികൾ കഴിച്ചാൽ മരിച്ചു പോകുന്ന എത്ര തീവ്ര വിഷമുള്ള ഇലകൾ പോലും ഈ ജീവികൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ കഴിക്കാനാകും. ഇതിന്റെ ന്യൂബോൺ കുട്ടികൾക്ക് ജനിച്ച് വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഓടാൻ കഴിയും. അടുത്ത ദിവസമാകുമ്പോഴേക്കും മനുഷ്യരെ പോലും ഓടി തോൽപ്പിക്കാൻ കഴിയും.
ഇങ്ങനെ അതിജീവനത്തിന് വേണ്ടി ഇവയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകൾ കാരണമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ മാമത്തുകൾ പോലെ ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടും സൈഗ ആന്റിലോപ്സിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത്. ഇത്രയും കാലമായിട്ട് അതിജീവിക്കുന്നതിനാൽ ഇതിനെ ഒരു ലിവിംഗ് ഫോസിൽ ജീവിയായിട്ടാണ് പരിഗണിക്കുന്നത്. ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരുതരം വിചിത്രമായ പുഴുവാണ് ടിപ്പോട്ടിനി വെൽവെറ്റ് വേം. പെട്ടെന്ന് കാണുമ്പോൾ നിരുപദ്രവകാരിയായ ഒരു കാറ്റർപില്ലാറിനെ പോലെ തോന്നിക്കുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ വളരെ തീവ്രമായ വേട്ടക്കാരാണ്. ഇരയുടെ മേൽ ഇത് പശ പോലത്തെ ഒരുതരം ദ്രാവകം തുപ്പും. അതിവേഗത്തിലായിരിക്കും അത് തുപ്പുന്നത്. വേഗത്തിൽ എന്ന് വെച്ചാൽ 5 മീറ്റർ/സെക്കൻഡോളം വേഗത്തിൽ. ഇരയ്ക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ഈ ദ്രാവകം ഇരയുടെ ദേഹത്ത് വന്ന് പതിക്കും. പതിച്ച ഉടൻ തന്നെ ഇര അനങ്ങാൻ കഴിയാതെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. ശേഷം പുഴു ഇരയുടെ ദേഹത്ത് ഒരു ദ്വാരമിടും. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ ശക്തമായ ഡൈജസ്റ്റീവ് ദ്രാവകങ്ങൾ കുത്തിവെക്കും. അപ്പോൾ ഇരയുടെ ഉൾഭാഗം മുഴുവൻ ദഹിച്ച് സൂപ്പ് പോലെയാകും. പിന്നെ ആ സൂപ്പിനെ ഇത് ഭക്ഷിക്കും. വളരെ മാരകമായ ഒരു പ്രഡേറ്റർ. ഇതും ഒരു ലിവിംഗ് ഫോസിലാണ്. ഏകദേശം 50 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇത് രൂപം കൊണ്ടത്. ഇത്രയും കാലമായിട്ടും ഇവയുടെ രൂപത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിന്റെ അതിജീവന രീതികൾ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് അത്രയേറെ അനുയോജ്യമാണെന്നർത്ഥം. ഭൂമിയിലുള്ള ജീവിയാണെന്ന് പോലും തോന്നിക്കാത്ത വളരെ വിചിത്രമായ ഒരു ജീവിയാണ് സീ പിഗ്. ഇത് സീ കുക്കുംബേഴ്സിന്റെ ഇനത്തിൽപ്പെടുന്ന ഒരു തരമാണ്. ഇതിന്റെ പിങ്ക് കലർന്ന നിറവും ഉരുണ്ട ആകൃതിയും കാരണമാണ് സീ പിഗ്സ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. സമുദ്രത്തിൽ വളരെ പൊതുവായി കാണപ്പെടുന്ന ഒരു വർഗം ജീവികളാണിത്. ഇവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളിലെ മൊത്തം ജീവികളുടെയും ഭാരത്തിന്റെ ഏകദേശം 95% വരെ ഇവയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊരു സീ പിഗിനെ കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ സീ പിഗ്സിനെ ഇതിന്റെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ബഹിരാകാശത്തിൽ പോയിട്ടുണ്ട്. സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ 20,000 അടി ആഴത്തിലാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്കിവയെ കാണാൻ വളരെ സാധ്യത കുറവായിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കാലുകളാണ്. ഈ കാലുകൾ യഥാർത്ഥത്തിൽ ബലൂൺ പോലത്തെ ഒരുതരം ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ആവശ്യമുള്ളപ്പോൾ ഈ ട്യൂബിൽ ജലം കൊണ്ട് നിറയ്ക്കും. അപ്പോൾ ട്യൂബുകൾ കാലുകൾ പോലെ ദൃഢമാകും. ഉപയോഗം കഴിയുമ്പോൾ ജലം പുറത്തു കളയും. അപ്പോൾ കാലുകൾ കാറ്റുപോയ ബലൂൺ പോലെ കിടക്കും. ഇതിലേത് ജീവിയാണ് ഏറ്റവും കൂടുതൽ വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.